ചെറുപ്പത്തിൽ മഴ വരുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് മഴയത്ത് കളിക്കും കുട്ടികൾ. കാരണം അത് കളിച്ച് വളരേണ്ടതാണ്. നമ്മൾ അവരെ എല്ലാവരും ഇങ്ങനെ പൊത്തി വളർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചെറിയ ഒരു തണുപ്പ് പുറത്തടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജലദോഷം തുടങ്ങും. അങ്ങനെയല്ല, അത് നാച്ചുറൽ മെത്തഡായിട്ട് നമ്മൾ നാച്ചുറൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കെമിക്കൽ ഹൈജീനെ കാട്ടിലും. നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി കപ്പാസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ ഒരു നാച്ചുറൽ ഹൈജീൻ എന്ന് പറയും, ആ വൃത്തിയാണ് വേണ്ടത്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആകണമെന്നുണ്ടെങ്കിൽ ഇപ്പം മഴയത്ത് പോയി കളിക്കണം, വെള്ളം നനയണം, നനഞ്ഞേച്ച് ജലദോഷം വരണം. അല്ലെങ്കിൽ എല്ലാവർക്കും ജലദോഷമൊന്നും വരത്തില്ല. ഇതങ്ങനെ വന്ന് ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന കാര്യമാണ്. നമ്മൾ മണ്ണിൽ കളിക്കണം, ചെരുപ്പില്ലാതെ നിലത്ത് നടക്കണം. ഈ കാര്യങ്ങൾ വരുമ്പം ബോഡിയാണ് ഇതാവുന്നത്. ഇതൊന്നും ഇല്ലാതെ ഇപ്പോഴത്തെ കുട്ടികളിൽ ഫ്ലാറ്റിലും ഒക്കെ വളരെ വൃത്തി എന്നാക്കിയിട്ട് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ജലദോഷം, ഏറ്റവും കൂടുതൽ പനിയും, ഏറ്റവും കൂടുതൽ സ്കിൻ പ്രശ്നങ്ങളും എല്ലാം ഉള്ളത് ഇവർക്കാണ്.